മെറ്റീരിയൽ സയൻസിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സാണ് മാനുഫാക്ചറിങ് പ്രോസസ് ഓഫ് സ്റ്റീൽ. സ്റ്റീലിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ് എങ്ങനെയാണ്? സ്റ്റീൽ ഈസ് ആൻ അലോയ് ഓഫ് അയൺ ആൻഡ് കാർബൺ. സ്റ്റീൽ എന്ന് പറയുന്നത് അയണിൻ്റെയും കാർബണിൻ്റെയും കൂടെ അലോയ് ആണ്. അങ്ങനെയാണെങ്കിൽ സ്റ്റീലിലുള്ള കാർബണിൻ്റെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് 0 to 1.5%. 0 മുതൽ 1.5% വരെ കാർബണിൻ്റെ പേഴ്സൻറ്റേജ് എവിടെ കാണും? സ്റ്റീലിൽ കാണും. വേരിയസ് മെത്തേഡ്സ് ഓഫ് സ്റ്റീൽ മാനുഫാക്ചറിങ് പ്രോസസ്സ്. അങ്ങനെയാണെങ്കിൽ സ്റ്റീൽ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി ഉള്ള വേരിയസ് മെത്തേഡ്സ് ഏതൊക്കെയാണ്? ബെസിമർ പ്രോസസ്സ്, LD പ്രോസസ്സ്, ഇലക്ട്രിക് പ്രോസസ്സ്, ഓപ്പൺ ഹെർത്ത് പ്രോസസ്സ്, സിമെൻറ്റേഷൻ പ്രോസസ്സ്, ക്രൂസിബിൾ പ്രോസസ്സ്, ഹൈ ഫ്രീക്വൻസി പ്രോസസ്സ്. ഹൈ ഫ്രീക്വൻസി പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് പ്രോസസ്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റീലിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സുകൾ. സ്റ്റീൽ നമുക്ക് എങ്ങനെയൊക്കെ മാനുഫാക്ചർ ചെയ്തെടുക്കാൻ സാധിക്കും? ഒന്നുകിൽ ബെസിമർ പ്രോസസ്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ LD പ്രോസസ്സ്, ഇലക്ട്രിക് പ്രോസസ്സ്, ഓപ്പൺ ഹെർത്ത് പ്രോസസ്സ്, സിമെൻറ്റേഷൻ പ്രോസസ്സ്, ക്രൂസിബിൾ പ്രോസസ്സ്, ഹൈ ഫ്രീക്വൻസി പ്രോസസ്സ്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് സ്റ്റീൽ. സ്റ്റീലിൻ്റെ 2 ടൈപ്സുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നെന്ന് പറയുന്നത് പ്ലെയിൻ കാർബൺ സ്റ്റീൽ, രണ്ടാമത്തൊരു ടൈപ്പ് എന്ന് പറയുന്നത് അലോയ് സ്റ്റീൽ. ഇപ്പോൾ 2 തരം സ്റ്റീലുകളാണുള്ളത്. ഒന്ന് പ്ലെയിൻ കാർബൺ സ്റ്റീലും രണ്ടാമത്തത് അലോയ് സ്റ്റീലും. ഇതിൽ പ്ലെയിൻ കാർബൺ സ്റ്റീൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഡിപ്പെൻഡിങ് അപ്പോൺ ദി കാർബൺ കണ്ടൻറ്റ്, പ്ലെയിൻ കാർബൺ സ്റ്റീൽസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 ക്ലോസസ്. അപ്പോൾ പ്ലെയിൻ കാർബൺ സ്റ്റീലിനെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസ് ചെയ്തിരിക്കുന്നത്? കാർബണിൻ്റെ അളവിൻ്റെ അടിസ്ഥാനത്തിൽ പ്ലെയിൻ കാർബൺ സ്റ്റീലിനെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ലോ കാർബൺ സ്റ്റീൽ. ലോ കാർബൺ സ്റ്റീലിൻ്റെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? മൈൽഡ് സ്റ്റീൽ. 2 മീഡിയം കാർബൺ സ്റ്റീൽ. 3 ഹൈ കാർബൺ സ്റ്റീൽ. ഇപ്പോൾ പ്ലെയിൻ കാർബൺ സ്റ്റീൽ 3 തരമുണ്ട്: ലോ കാർബൺ സ്റ്റീൽ, മീഡിയം കാർബൺ സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ. ഇതിൻ്റെ പേരിൽ തന്നെ വ്യക്തമാണ്. ലോ കാർബൺ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ കാർബണിൻ്റെ അളവ് കുറവായിട്ടുള്ളത്. മീഡിയം കാർബൺ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡറേറ്റ് ആയിട്ടല്ലേ, കാർബണിൻ്റെ അളവ് ലോയുമല്ല ഹൈയുമല്ലാത്ത തരം. ദെൻ ഹൈ കാർബൺ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ കാർബണിൻ്റെ അളവ് വളരെ കൂടുതലാണ്. ആദ്യം നമുക്ക് ലോ കാർബൺ സ്റ്റീൽ അല്ലെന്നുണ്ടെങ്കിൽ മൈൽഡ് സ്റ്റീൽ എന്താണെന്ന് നോക്കാം. നോക്കിയേ, കാർബൺ കണ്ടൻറ്റ് ഈസ് 0.15% to 0.25%. ഇപ്പോൾ ലോ കാർബൺ സ്റ്റീൽ, നമ്മൾ സ്റ്റീലിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റീലിൽ കാർബണിൻ്റെ അളവെന്ന് പറയുന്നത് 0 മുതൽ 1.5% വരെ ആവാമെന്ന് നമ്മൾ പഠിച്ചു, ശരിയല്ലേ? അതിൽ ലോ കാർബൺ സ്റ്റീൽ അല്ലെന്നുണ്ടെങ്കിൽ മൈൽഡ് സ്റ്റീലിൽ കാർബണിൻ്റെ അളവ് എത്രയാണ്? 0.15% മുതൽ 0.25% വരെയാണ്. അങ്ങനെയാണെങ്കിൽ ലോ കാർബൺ സ്റ്റീൽ ഉപയോഗിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്ന എന്തിനൊക്കെയാണ്? നമ്മൾ നോർമലായിട്ടുള്ള നട്ട്സ് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും, ബോൾട്ട്, ഷീറ്റ്, വയേഴ്സ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് മീഡിയം കാർബൺ സ്റ്റീലാണ് അല്ലേ. ഇറ്റ് ഹാസ് കാർബൺ കണ്ടൻറ്റ് ബിറ്റ്വീൻ 0.25 to 0.5% അല്ലേ. അപ്പോൾ ലോ കാർബൺ സ്റ്റീല് 0.15 മുതൽ 0.25 വരെ ആയിരുന്നു. മീഡിയം കാർബൺ സ്റ്റീൽ എന്ന് പറയുമ്പോൾ 0.25 മുതൽ 0.5% വരെ അല്ലേ. അപ്പോൾ മീഡിയം കാർബൺ സ്റ്റീലിൻ്റെ കാർബണിൻ്റെ ശതമാനം എന്ന് പറയുന്നത് 0.25 മുതൽ 0.5% വരെ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഹൈ ടെൻസൈൽ ട്യൂബ്, കണക്റ്റിംഗ് റോഡ്, ക്യാം ഷാഫ്റ്റ്, സ്പാനർ. നമ്മളെ സ്പാനറുകൾ ഓട്ടോമൊബൈൽ എഞ്ചിൻസിൽ വരെ അല്ലെങ്കിൽ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻസിലൊക്കെ വരുന്ന കണക്റ്റിംഗ് റോഡുകൾ, ക്യാം ഷാഫ്റ്റ് തുടങ്ങിയതൊക്കെ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? മീഡിയം കാർബൺ സ്റ്റീൽ യൂസ് ചെയ്യുന്നു. മൂന്നാമതൊരു ടൈപ്പ് ഏതായിരുന്നു? ഹൈ കാർബൺ സ്റ്റീൽ അല്ലേ. ഇറ്റ് ഹാസ് കാർബൺ കണ്ടൻറ്റ് ഫ്രം 0.5% മുതൽ 1.5%. മാക്സിമം 1.5% കാർബൺ അല്ലേ സ്റ്റീലിൽ. അപ്പോൾ ഹൈ കാർബൺ സ്റ്റീലിനെ സംബന്ധിച്ചിടത്തോളം മാക്സിമം എത്ര തന്നെയാണ്? 1.5% തന്നെയാണ്. മിനിമം എത്ര കാണും? 0.5%. അപ്പോൾ കാർബൺ കണ്ടൻറ്റ് വളരെ കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലായി ഹൈ കാർബൺ സ്റ്റീൽ. അപ്പോൾ കൂടുതലും ഹൈ കാർബൺ സ്റ്റീൽ നമ്മൾ യൂസ് ചെയ്യുന്ന കട്ടിംഗ് ടൂൾസിലൊക്കെയാണ്. അതായത് യൂസ്ഡ് ഫോർ മേക്കിംഗ് പോയിൻറ്റഡ് ടൂൾസ്, സ്പ്രിങ്, ഫയൽ, കോൾഡ് ചിസൽ തുടങ്ങിയവയൊക്കെയാണ്. സ്റ്റീൽ 2 തരം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. രണ്ടാമത്തെ ടൈപ്പ് അലോയ് സ്റ്റീൽ. വെൻ സ്റ്റീൽ ഈസ് മിക്സ്ഡ് വിത്ത് അലോയിങ് എലമെൻറ്റ് ലൈക്ക് വനേഡിയം, മാംഗനീസ്, ടങ്സ്റ്റൺ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അലോയ് സ്റ്റീൽ എന്ന് പറയുന്നത്. അതായത് സ്റ്റീൽ എന്തുമായിട്ട് മിക്സ് ചെയ്യുന്നു? അലോയിങ് എലമെൻ്റ് ആയിട്ടുള്ള വനേഡിയമായിട്ടോ മാംഗനീസുമായിട്ടോ ടങ്സ്റ്റണുമായിട്ടോ ഒക്കെ മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെയാണ് നമ്മൾ അലോയ് സ്റ്റീൽ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ടൈപ്പ് ഹൈ സ്പീഡ് സ്റ്റീൽ. ഇതൊരു അലോയ് സ്റ്റീലാണ്. അതിനെ നമ്മൾ HSS എന്ന് വിളിക്കുന്നു. ഇറ്റ് ഈസ് ഓൾസോ കാൾഡ് ഹൈ ടങ്സ്റ്റൺ അലോയ് സ്റ്റീൽ എന്നും വിളിക്കുന്നു. അപ്പോൾ ഹൈ സ്പീഡ് സ്റ്റീലിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു?
ഹൈ ടങ്സ്റ്റൺ അലോയ് സ്റ്റീൽ എന്നും വിളിക്കുന്നു. ബിക്കോസ് ഇറ്റ് ഹാസ് മോർ ക്വാണ്ടിറ്റി ഓഫ് ടങ്സ്റ്റൺ. അതിനകത്ത് ടങ്സ്റ്റൻ്റെ അളവ് വളരെ കൂടുതലായതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നത്, ഹൈ ടങ്സ്റ്റൺ അലോയ് സ്റ്റീൽ എന്ന് വിളിക്കുന്നത്. അക്കോർഡിംഗ് ടു ദി ക്വാണ്ടിറ്റി ഓഫ് ടങ്സ്റ്റൺ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 3 ടൈപ്സ്. അപ്പോൾ ടങ്സ്റ്റൻ്റെ അളവിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈ സ്പീഡ് സ്റ്റീലിനെ നമ്മൾ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ടങ്സ്റ്റൺ 22%, ക്രോമിയം 4%, വനേഡിയം 1%. രണ്ടാമത്തെ ടൈപ്പ് ടങ്സ്റ്റൺ 18%, ക്രോമിയം പഴയതുപോലെ തന്നെ 4%, വനേഡിയവും പഴയതുപോലെ തന്നെ 1%. മൂന്നാമതൊരു ടൈപ്പ് ടങ്സ്റ്റൺ 14%, ക്രോമിയം പഴയതുപോലെ തന്നെ 4%, വനേഡിയം പഴയതുപോലെ തന്നെ 1%. അപ്പോൾ ഹൈ സ്പീഡ് സ്റ്റീലിൽ അടങ്ങിയിട്ടുള്ള അലോയ് എലമെൻറ്റ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ടങ്സ്റ്റൺ ഉണ്ട്, ക്രോമിയം ഉണ്ട്, വനേഡിയം ഉണ്ട്. ഇതിൽ വനേഡിയത്തിൻ്റെ പേഴ്സൻറ്റേജ് എല്ലാത്തിലും 1%, ക്രോമിയത്തിൻ്റെ എല്ലാത്തിലും 4%. അപ്പോൾ ആരുടെ പേഴ്സൻറ്റേജാണ് മാറിയത്? ടങ്സ്റ്റൺ 22% ടൈപ്പ് ഉണ്ട്, 18% ടൈപ്പ് ഉണ്ട്, 14% ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഹൈ പേഴ്സൻറ്റേജ് ഓഫ് ദി ടങ്സ്റ്റൺ ഇറ്റ് കീപ്സ് വർക്കിംഗ് അപ് ടു ഹൈ ടെമ്പറേച്ചർ. അപ്പോൾ ടങ്സ്റ്റൻ്റെ എമൗണ്ട് കൂടുന്നതിനനുസരിച്ച് അത് എന്ത് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും? ഹൈ ടെമ്പറേച്ചർ കണ്ടീഷനിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കട്ടിംഗ് ടൂൾ, ഡ്രിൽസ്, ഹാക്സ തുടങ്ങിയതിനൊക്കെ ഇതിൻ്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടി ഹൈ സ്പീഡ് സ്റ്റീലിനെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അടുത്തൊരു ടൈപ്പ് അലോയ് സ്റ്റീൽ എന്ന് പറയുന്നത് നിക്കൽ സ്റ്റീലാണ്. ഓക്കെ, നിക്കൽ സ്റ്റീൽ എന്ന് കേട്ടപ്പോഴേ നമുക്ക് മനസ്സിലായി ആ സ്റ്റീലിൽ എന്തിൻ്റെ കണ്ടന്റ് ഉണ്ടായിരിക്കും? നിക്കലിൻ്റെ കണ്ടന്റ് ഉണ്ടായിരിക്കും. ഇൻ ദിസ് 0.3% കാർബൺ. അപ്പം നിക്കൽ സ്റ്റീലിൽ 0.3% കാർബൺ ഉണ്ട്. കൂടാതെ എന്തുകൊണ്ട് 0.25 മുതൽ 0.35% വരെ എന്തുമുണ്ട്? നിക്കൽ അടങ്ങിയിട്ടുണ്ട് അല്ലേ. നിക്കൽ മേക്സ് ദി സ്റ്റീൽ വെരി ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്, റൈസസ് ഇലാസ്റ്റിക് ലിമിറ്റ്, ഇംപ്രൂവ് ടഫ്നെസ്. അപ്പം നിക്കൽ അതിനകത്തുള്ളത് കൊണ്ട് അതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണ്? വെരി ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് അതിനുണ്ടായിരിക്കും, റൈസസ് ഇലാസ്റ്റിക് ലിമിറ്റ് വളരെ കൂടുതലായിരിക്കും, ഇംപ്രൂവ് ടഫ്നെസ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. സ്പെഷ്യൽ നിക്കൽ സ്റ്റീൽ അലോയ് ഈസ് യൂസ്ഡ് ഫോർ മാനുഫാക്ചറിങ് പെർമനൻറ്റ് മാഗ്നറ്റ്. ഇപ്പോൾ പെർമനൻറ്റ് മാഗ്നറ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? സ്പെഷ്യൽ നിക്കൽ സ്റ്റീൽ അലോയ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ IC എഞ്ചിൻ, വാൾവ്, സ്പാർക്ക് പ്ലഗ്, ഇലക്ട്രോ പ്ലേറ്റിങ്ങിനൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? നിക്കൽ സ്റ്റീൽ യൂസ് ചെയ്യാം. IC എഞ്ചിൻസിൻ്റെ, ഇൻറ്റേർണൽ കമ്പസ്റ്റൺ എഞ്ചിൻസിൻ്റെ വാൾവുകൾ മാനുഫാക്ചർ ചെയ്യാനും സ്പാർക്ക് പ്ലഗിലും ഒക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? നിക്കൽ സ്റ്റീൽ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു ടൈപ്പ് അലോയ് സ്റ്റീൽ എന്ന് പറയുന്നത് വനേഡിയം സ്റ്റീലാണ്. വനേഡിയം സ്റ്റീലിൽ ഇറ്റ് കണ്ടെയ്ൻസ് 1.5% കാർബൺ, 12.5% ടങ്സ്റ്റൺ, 4.5% ക്രോമിയം, 5% വനേഡിയം, 5% കൊബാൾട്ട്. ഓക്കെ, അപ്പോൾ കണ്ടൻറ്റ് ഓർത്ത് വെച്ചിരിക്കുക. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ടു മാനുഫാക്ചർ ഓഫ് ടൂൾസ്. സാധാരണ ടൂൾസ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വനേഡിയം എത്ര ശതമാനമാണ്? 5% ഇതിനകത്തുള്ളത് വനേഡിയം സ്റ്റീലുള്ളത്. അതിൽ കാർബണിൻ്റെ ശതമാനം എന്ന് പറയുന്നത് 1.5%. ഓക്കെ, ദെൻ അടുത്തൊരു ടൈപ്പ് അലോയ് സ്റ്റീൽ എന്ന് പറയുന്നത് മാംഗനീസ് സ്റ്റീലാണ്. ഇറ്റ് ഈസ് ഓൾസോ കാൾഡ് സ്പെഷ്യൽ ഹൈ അലോയ് സ്റ്റീൽ. അപ്പോൾ സ്പെഷ്യൽ ഹൈ അലോയ് സ്റ്റീൽ എന്നറിയപ്പെടുന്ന എന്തിനെയാണ്? മാംഗനീസ് സ്റ്റീലിനെയാണ്. അതിലെന്ത് മാംഗനീസ് സ്റ്റീൽ എന്ന് കേട്ടപ്പോഴേ നമുക്ക് മനസ്സിലായി അതിനകത്ത് എന്തുണ്ടായിരിക്കും? മാംഗനീസ് ഉണ്ടായിരിക്കും. ഇറ്റ് കണ്ടെയ്ൻസ് 1.6 to 1.9% മാംഗനീസ്, 0.4 to 0.5% കാർബൺ. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഗ്രൈൻഡർ ആൻഡ് റെയിൽസിൽ. ഗ്രൈൻഡേഴ്സിലും റെയിൽസിൻ്റെയൊക്കെ മാനുഫാക്ചറിങ്ങിന് വേണ്ടി നമ്മൾ ആരെ യൂസ് ചെയ്യുന്നുണ്ട്? മാംഗനീസ് സ്റ്റീലിനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് സ്റ്റീലാണ് നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ പെർസെൻറ്റേജ് കറക്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ മാംഗനീസ് 1.6 to 1.9%, കാർബൺ 0.4 മുതൽ 0.5%. അടുത്തൊരു ടൈപ്പ് ഓഫ് അലോയ് സ്റ്റീൽ എന്ന് പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. നിങ്ങൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്റ്റീലാണ് അല്ലേ സ്റ്റെയിൻലെസ് സ്റ്റീൽ. എലോങ് വിത്ത് അയൺ ഇറ്റ് കണ്ടെയ്ൻസ്, അയണിൻ്റെ കൂടെ അതിനകത്ത് എന്തൊക്കെ ഉണ്ട്? 0.2 to 90.6% കാർബൺ. അപ്പോൾ കൂടുതൽ ശതമാനവും എന്ത് തന്നെയായിരിക്കും? കാർബൺ ആയിരിക്കും അല്ലേ. അതിൽ 12 മുതൽ 18% ക്രോമിയം ഉണ്ടായിരിക്കും, 8% നിക്കൽ, 2% മോളിബ്ഡിനം. ഈ ക്രോമിയം 12 മുതൽ 18% ഉണ്ട്. ഈ ക്രോമിയം കാരണമാണ് ഇതിനകത്ത് റെസ്റ്റിംഗ് പ്രോപ്പർട്ടി ഉള്ള, ആൻറ്റി റെസ്റ്റിംഗ് പ്രോപ്പർട്ടി ഉള്ള, അതായത് തുരുമ്പെടുക്കാതിരിക്കാനുള്ള മെയിൻ കാരണമെന്ന് പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ എന്തുണ്ട്? ക്രോമിയം കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് നൈഫ്സ് അല്ലേ. നൈഫ്സ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. സിസർ, പാർട്സ് ഓഫ് എയ്റോപ്ലെയിൻസ്, പൈപ്പ്സ് തുടങ്ങിയതിൻ്റെയൊക്കെ മാനുഫാക്ചറിങ്ങിന് നമ്മൾ ആരെ യൂസ് ചെയ്യാം? സ്റ്റെയിൻലെസ് സ്റ്റീലിനെ യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ മെറ്റീരിയൽ സയൻസിൽ നോൺ ഫെറസ് മെറ്റൽസ് ഏതൊക്കെയാണെന്ന് പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ നോൺ ഫെറസ് മെറ്റൽസും അതിൻ്റെ അലോയിയെ കുറിച്ചുള്ളൊരു സ്റ്റഡിയാണ്. അതായത് നോൺ ഫെറസ് മെറ്റൽസ് ആൻഡ് അലോയ്സ്. അതിൽ ഫസ്റ്റ് വൺ വെരി ഇമ്പോർട്ടൻറ്റ് കോപ്പർ. കോപ്പർ എന്ന് പറയുന്ന ഒരു നോൺ ഫെറസ് മെറ്റലാണ്. അതിൻ്റെ അലോയ്സും കൂടെയാണ് നോക്കുന്നത്. ഇറ്റ് ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ഇറ്റ്സ് ഓർ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻറ്റ് കോപ്പർ എക്സ്ട്രാക്ട് ചെയ്യുന്ന, അതായത് കോപ്പറിൻ്റെ മൈൻ അയിരുകളെന്ന് പറയുന്നത് മലച്ചൈറ്റ്,
പൈറൈറ്റ്സ് തുടങ്ങിയതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ കോപ്പറിൻ്റെ ഓർ എന്ന് പറയുന്നത് ഏതാണ്? മാലച്ചൈറ്റ്, അതുപോലെ തന്നെ പൈറൈറ്റ്സ്, വിച്ച് കണ്ടെയ്ൻസ് 55% ടു ആൻഡ് 32% ഓഫ് കോപ്പർ റെസ്പെക്റ്റീവ്ലി. ഇപ്പോൾ മാലച്ചൈറ്റിൽ 55% കോപ്പർ ഉണ്ടായിരിക്കും, പൈറൈറ്റ്സിൽ 32% കോപ്പർ ഉണ്ടായിരിക്കും. കോപ്പറിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 1084 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോപ്പറിൻ്റെ 2 അലോയികളാണ് നമുക്ക് അറിയേണ്ടത്. അതിൽ ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ ബ്രാസ്, രണ്ടാമത്തത് ബ്രോൺസ്. ബ്രാസിനെ സംബന്ധിച്ചിടത്തോളം മെയിനായിട്ട് അതിനകത്ത് എന്തുണ്ടായിരിക്കും? കോപ്പറിൻ്റെ അലോയികളാണ്. അപ്പോൾ കോപ്പറും വേറെ ഏതെങ്കിലും എലമെൻസുകളായിരിക്കും. ഇപ്പോൾ ബ്രാസിൽ അലോയി ഓഫ് കോപ്പർ ആൻഡ് സിങ്ക്, കോപ്പറും സിങ്കും കൂടെ ചേർന്ന 2 അലോയിസ് ആണ് അല്ലേ. അതായത് 2 എലമെൻറ്റ് ചേർന്നുണ്ടായ അലോയിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബ്രാസ് എന്ന് പറയുന്നത്. അപ്പോൾ കോപ്പറും സിങ്കിൻ്റെയും കൂടെ കോമ്പിനേഷൻ വരുന്ന അലോയിയെ നമ്മൾ ബ്രാസ് എന്ന് വിളിക്കുന്നു. കോപ്പറും ടിന്നും കൂടെ ചേർന്ന് വരുന്ന അലോയി കോമ്പിനേഷനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ബ്രോൺസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ കോപ്പറും അതിൻ്റെ അലോയിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോപ്പറിൻ്റെ ഓറുകൾ എന്ന് പറയുന്നത് മാലച്ചൈറ്റും പൈറൈറ്റ്സുമാണ്. അതിൽ 55%, മാലച്ചൈറ്റിലാണെങ്കിൽ 55% കാർബൺ ഉണ്ടാവും, പൈറൈറ്റ്സിലാണെന്നുണ്ടെങ്കിൽ 32% കാർബൺ അല്ല സോറി കോപ്പർ ഉണ്ടാവും, പൈറൈറ്റ്സിലാണെന്നുണ്ടെങ്കിൽ 32% കോപ്പർ ഉണ്ടാവും. ഓക്കെ, കോപ്പറിൻ്റെ 2 അലോയി എന്ന് പറയുന്നത് ബ്രാസും ബ്രോൺസുമാണ്. ബ്രാസിനെ സംബന്ധിച്ചിടത്തോളം 60% കോപ്പറും 40% സിങ്കും അടങ്ങിയിട്ടുണ്ട്. ബ്രോൺസിനെ സംബന്ധിച്ചിടത്തോളം കോപ്പറുമുണ്ട്, ടിന്നുമുണ്ട്. ഓക്കെ, ഇപ്പോൾ കോപ്പറും ടിന്നും കൂടെ ചേർന്ന് വരുന്ന അലോയി ബ്രോൺസും കോപ്പറും സിങ്കും കൂടെ ചേർന്ന് വരുന്ന അലോയി ബ്രാസുമാണ്. ഓക്കെ, അടുത്ത ഒരു നോൺ ഫെറസ് മെറ്റൽ എന്ന് പറയുന്നത് ലെഡാണ്. ലെഡും അതിൻ്റെ അലോയ്സും. ലെഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ഇറ്റ്സ് ഓർ ഗലീന. അപ്പോൾ ലെഡ് എന്ന് പറയുന്നത് നമ്മൾ ലെഡിൻ്റെ ഓർ എന്ന് പറയുന്നത് ഏതാണ്? ഗലീനയാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ കാർ ബാറ്ററീസിൽ യൂസ് ചെയ്യുന്നുണ്ട്. പ്രിപ്പറേഷൻ ഓഫ് സോൾഡർ, നമ്മൾ സോൾഡറിങ് ചെയ്യാൻ വെച്ചിട്ട് സോൾഡർ ചെയ്യുന്ന എലമെൻ്റ് ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് ലെഡിനും ടിന്നും തമ്മിലുള്ളൊരു കോമ്പിനേഷനാണ്. ഓക്കെ, അപ്പോൾ ലെഡിൻ്റെ ഓർ എന്ന് പറയുന്നത് ഗലീനയാണ്. അതുപോലെ ലെഡിൻ്റെ അലോയ്സ് ഏതാണ്? ലെഡിൻ്റെ അലോയി എന്ന് പറയുന്നത് ബാബിറ്റ് മെറ്റലാണ്. ബാബിറ്റ് മെറ്റൽ എന്ന് പറയുന്ന ലെഡിൻ്റെ ഒരു അലോയിയാണ്. അങ്ങനെയാണെങ്കിൽ ബാബിറ്റ് മെറ്റലിൽ അടങ്ങിയിട്ടുള്ളത് എന്തൊക്കെയാണ്? ലെഡ് ഉണ്ടാവും, ടിൻ ഉണ്ടാവും, കോപ്പർ, ആൻറ്റിമണി. ഓക്കെ, അപ്പോൾ ലെഡ്, ടിന്ന്, കോപ്പർ, ആൻറ്റിമണി ചേർന്നുണ്ടായ ഒരു അലോയിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബാബിറ്റ് മെറ്റൽ എന്ന് പറയുന്നത്. ആൻ അലോയി ഓഫ് ലെഡ് ആൻഡ് ടിൻ ഈസ് യൂസ്ഡ് ആസ് എ സോഫ്റ്റ് സോൾഡർ. ലെഡും ടിന്നും കൂടെ ചേർന്നുണ്ടായ ഒരു അലോയിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോൾഡർ എന്ന് പറയുന്നത്, സോഫ്റ്റ് സോൾഡർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ലെഡിൻ്റെ 2 അലോയിയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഒന്ന് സോഫ്റ്റ് സോൾഡർ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ചേർന്നുണ്ടായാണ്? ലെഡും ടിന്നും കൂടെ ചേർന്നുണ്ടായ അലോയിയാണ്. രണ്ടാമത്തത് ബാബിറ്റ് മെറ്റൽ എന്ന് പറയുന്ന അലോയി ഏതൊക്കെ ചേർന്നുണ്ടായതാണ്? ലെഡ്, ടിന്ന്, കോപ്പർ, ആൻറ്റിമണി. ഓക്കെ, അടുത്ത നോൺ ഫെറസ് മെറ്റലായിട്ടുള്ള സിങ്കും അതിൻ്റെ അലോയ്സുമാണ്. സിങ്ക് ഈസ് എ കോമൺലി യൂസ്ഡ് മെറ്റൽ ഫോർ കോട്ടിംഗ് ഓൺ സ്റ്റീൽ ടു പ്രിവെൻറ്റ് കൊറോഷൻ. സ്റ്റീലിൽ കോട്ട് ചെയ്യാൻ വേണ്ടിയുള്ളതിനെയാണ് നമ്മൾ സിങ്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. സിങ്ക് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ മെറ്റലിൽ ഫോർ കോട്ടിംഗ് ഓൺ സ്റ്റീൽ അല്ലേ, ടു പ്രിവെൻറ്റ് കൊറോഷൻ. എന്തിനെ തടയാൻ വേണ്ടി? കൊറോഷൻ അല്ലേ, തുരുമ്പെടുക്കുന്ന തടയാൻ വേണ്ടി. സിങ്ക് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദി ഓർ കലാമൈൻ ഓർ ബ്ലെൻഡ്. ഓക്കെ, സിങ്കിൻ്റെ ഓറിൻ്റെ പേരെന്താണ്? അയിരുകളുടെ പേരെന്താണ്? സിങ്ക് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഓറിൻ്റെ പേരെന്താണ്? കലാമൈൻ അല്ലെന്നുണ്ടെങ്കിൽ ബ്ലെൻഡ് എന്ന് വിളിക്കുന്നു. ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ്സ് ആർ കോട്ടഡ് വിത്ത് സിങ്ക്. ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ് എന്ന് പറയുമ്പോൾ അതിൽ എന്ത് കോട്ട് ചെയ്തിട്ടുള്ള ഷീറ്റിനെയാണ് നമ്മൾ ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ് എന്ന് പറയുന്നത്? സിങ്ക് കോട്ടഡ് ചെയ്തിട്ടുള്ള ഷീറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഒരു നോൺ ഫെറസ് അലോയി എന്ന് പറയുന്നത്, ഒരു മെറ്റൽ എന്ന് പറയുന്നത് ടിന്നും അതിൻ്റെ അലോയ്സും. ടിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം കാസിട്രൈറ്റ് ഓർ ടിൻ സ്റ്റോൺ. അപ്പോൾ ടിന്നിൻ്റെ ഓർ എന്ന് പറയുന്നത് എന്താണ്? കാസിട്രൈറ്റ് ഓർ ടിൻ സ്റ്റോൺ എന്നറിയപ്പെടുന്നു. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ആസ് എ കോട്ടിംഗ് ഓൺ സ്റ്റീൽ ഷീറ്റ്സ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് കണ്ടെയ്നർ. ഫുഡ് കണ്ടെയ്നേഴ്സിൻ്റെ മാനുഫാക്ചറിങ്ങിനകത്ത് ഷീറ്റിനെ നമ്മൾ കോട്ട് ചെയ്യുന്ന എന്ത് വെച്ചാണ്? ടിന്ന് വെച്ചാണ്. അപ്പോൾ ടിന്ന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഫുഡ് പ്രൊഡക്ഷൻ, അതായത് ഫുഡ് പാക്ക് ചെയ്ത് വരുന്ന കണ്ടെയ്നേഴ്സിൽ അതിന് കോട്ടിംഗ് ആയിട്ട് കൊടുക്കുന്നത് ടിന്നാണ്. ഓക്കെ, ദെൻ അടുത്തത് അലൂമിനിയമാണ്. അലൂമിനിയം ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദി ഓർ. അലൂമിനിയം എക്സ്ട്രാക്ട് ചെയ്യുന്ന ഓർ എന്ന് പറയുന്നത് ബോക്സൈറ്റ് ആണ്. അലൂമിനിയം ഈസ് വെരി വൈഡ്ലി യൂസ്ഡ് ഇൻ എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രി ആൻഡ് ഫാബ്രിക്കേഷൻ വർക്കിലൊക്കെ നമ്മൾ അലൂമിനിയം യൂസ് ചെയ്യാം, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ
നമ്മൾ കുറേ എലമെൻറ്റ്സ് നോക്കിയതിനകത്ത്, അതായത് കുറേ നോൺ ഫെറസ് എലമെൻറ്റ്സ് നോക്കിയതിനകത്ത് അതിൻ്റെ ഓറുകൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം ഓരോന്നിൻ്റെയും പേരുകൾ. അതുപോലെ തന്നെ അതിൻ്റെ അലോയ്സും ഏതാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ലാസ്റ്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. അതിൻ്റെ ഒരു മെൽറ്റിംഗ് പോയിൻറ്റും അതുപോലെ തന്നെ ഓർ ഏതാണ് അലോയ് ഏതാണെന്ന് നമുക്ക് നോക്കാം. അയൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് യൂഷ്വലി റേഞ്ച് ഒരുപാട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് നമുക്ക് വാല്യൂ വിടാം. ദെൻ അതിൻ്റെ ഓർ അല്ലെന്നുണ്ടെങ്കിൽ അലോയ് എന്ന് പറയുന്നത് അയൻ്റെ നമ്മൾ പഠിച്ചതാണ്. അതിൻ്റെ ഓർ എന്ന് പറയുന്നത് മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമണൈറ്റ്, സിഡറൈറ്റ്, പൈറൈറ്റ്. ഓക്കെ, അപ്പോൾ അയൻ്റെ ഓർ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമണൈറ്റ്, സിഡറൈറ്റ്, പൈറൈറ്റ്. ഓക്കെ, ദെൻ കോപ്പറിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 1084 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിൻ്റെ ഓർ എന്ന് പറയുന്നത് മാലച്ചൈറ്റ് ആൻഡ് പൈറൈറ്റ്സ് ആണ്. ഓക്കെ, ദെൻ ലെഡിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 327 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിൻ്റെ ഓർ എന്ന് പറയുന്നത് ഗലീന. ദെൻ സിങ്കിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 420 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിൻ്റെ ഓർ എന്ന് പറയുന്നത് കലാമൈൻ ഓർ ബ്ലെൻഡ്. ടിന്നിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 232 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിൻ്റെ ഓർ എന്ന് പറയുന്നത് കസിട്രൈറ്റ് ഓർ ടിൻ സ്റ്റോൺ. ഓക്കെ, ദെൻ അലൂമിനിയത്തിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 660 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിൻ്റെ ഓർ എന്ന് പറയുന്നത് ബോക്സൈറ്റ് ആണ്. ദെൻ ബ്രോൺസിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 1005 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിൻ്റെ അലോയ് എന്ന് പറയുന്നത് ഏതൊക്കെ ചേർന്നാണ് നമ്മൾ ബ്രോൺസ് വന്നത്? കോപ്പറും ടിന്നും കൂടെ ചേർന്ന്. ഓക്കെ, ദെൻ ബ്രാസ് എന്ന് പറയുന്നതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 880 മുതൽ 930 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിൻ്റെ അലോയ് മേക്ക് ചെയ്ത് വന്നതെന്ന് പറഞ്ഞാൽ കോപ്പറും സിങ്കും കൂടെ ചേർന്നുണ്ടായ അലോയിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബ്രാസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീലിൻ്റെ 3 ടൈപ്സ് ഉണ്ട് അല്ലേ? മെയിനായിട്ട് പ്ലെയിൻ കാർബൺ സ്റ്റീലിൻ്റെ ലോ കാർബൺ, മീഡിയം കാർബൺ, ഹൈ കാർബൺ, അത് മൊത്തം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിൽ കാർബണിൻ്റെ പെർസെൻറ്റേജ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ അലോയ് സ്റ്റീലുകൾ നമ്മൾ കുറേ ടൈപ്സ് നോക്കി, അതിൽ കണ്ടൻ്റ് ആയിട്ടുള്ള അലോയിയുടെ പെർസെൻറ്റേജ് അറിഞ്ഞിരിക്കുക. ദെൻ നോൺ ഫെറസ് മെറ്റൽസ് അലോയ്സും മെറ്റലും അതിൻ്റെ അലോയും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആ മെറ്റലിൻ്റെ ഓറുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കിയായിരുന്നു. അതൊന്ന് ബ്രീഫായിട്ട് നമ്മൾ ലാസ്റ്റ് നോക്കി. അതുപോലെ തന്നെ അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അലോയികൾ ഏതൊക്കെ ചേർന്നാണ് ഒരു അലോയ് ഫോം ചെയ്യുന്നത് അതും നമ്മൾ നോക്കിയതാണ്. ഓക്കെ.